ആഫ്റ്റർ സീസ് ഫയർ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സീസ് ഫയർ കൃത്യം 4 മണിക്ക് തന്നെയാണ് പ്രഖ്യാപിക്കേണ്ടത്. 4 മണിക്ക് ജോ ബൈഡൻ ആണ് ഇത് അനൗൺസ് ചെയ്തത്. ലെബനീസ് പ്രൈം മിനിസ്റ്ററുമായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് അത് പ്രാഗൽഭ്യത്തിൽ വന്നത്. അപ്പൊ ഈ ബുധനാഴ്ച. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീസ് ഫയറിനെ ഞാൻ വായിച്ചത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊരു സീസ് ഫയർ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ലെബനീസ് ആർമിക്ക് ഈ ഒരു സൗത്ത് ലെബനാൻ ഈ ബഫർ സോൺ ആയിട്ടുള്ള ഈ ഒരു ലിറ്റാനി റിവർ വരെയുള്ള ഒരു സൗത്ത് ലെബനാൻ ഭാഗം ലെബനാൻ ആർമിക്ക് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കരാറായിട്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയത്. അതിലൂടെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ ഇസ്രായേലിന് സാധകമായിട്ടുള്ള പോയിന്റുകളായിട്ടാണ് എനിക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. കാരണം ഇസ്രായേലിന് ഏത് നിമിഷവും ഒരു അറ്റാക്കിന് മുതിരാം. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പം ഈ ഡോക്യുമെന്റ് രാവിലെ തന്നെ ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം ഇറാൻ ഇതിനെക്കുറിച്ച് ഹിസ്ബുള്ളയുടെ സീസ് ഫയറിനെ ലബനാൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസ് ഫയറിനെ പ്രത്യക്ഷത്തിൽ വെൽക്കം ചെയ്യുന്നതായിട്ടാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അത് നല്ലതാണ്. കാരണം അവർക്ക് തന്നെ അറിയാം അവരെ കൊണ്ട് എന്തുമാത്രം സാധിക്കുമെന്നുള്ളത്. അപ്പൊ അത് വെറുതെ ഇങ്ങനെ ഈ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ ഇങ്ങനെ വിടുവായിത്തരം പറയുന്ന പോലെ അല്ല ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതെ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഹിസ്ബുള്ളയുടെ മേളിൽ തലങ്ങും വിലങ്ങും ലെബനാന്റെ മേളിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ F-35 പറക്കാണ്. ഒരു ഡിഫൻസ് സിസ്റ്റം ഇല്ല അതിനെ ഒരെണ്ണത്തിനെ അടിച്ചിടാൻ. പിന്നെ ഇവരെങ്ങനെയാണ് ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പൊ എന്തായാലും സീസ് ഫയർ വന്നതിന് ശേഷം ഇന്ന് രാവിലെ തന്നെ ലെബനാനിനൊട്ടാകെ നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന ഇമേജസ് ഒക്കെ ഒരു ട്രാഫിക്കാണ്. അതായത് ഈ മാറി നിന്നിരുന്ന ആൾക്കാരെല്ലാം സദൻ ലെബനാനിലേക്ക് അവരുടെ വീടുകൾ ഏത് അവസ്ഥയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഈ പോക്ക്. അപ്പൊ അവിടെ പോകുന്നുണ്ട്. ഇപ്പൊ ഈ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവിടെ അതായത് അവരുടെ കുട്ടികളെയൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്ട്രോയിഡ് ആയിട്ട് പോയിട്ട് ആൾക്കാരെല്ലാം അപ്പൊ അവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ എൻറ്റയർ ലെബനാൻ ഹിസ്ബുള്ളയായി തന്നെയാണ് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ലെബനീസ് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നാണ് തോന്നുന്നത്. ഈ അവിടെ ലെബനാൻ സിറ്റിസൺസ് ഹിസ്ബുള്ള അങ്ങനെ ഒരു ഐറ്റം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ സീസ് ഫയറിന് ശേഷം അവിടെ ഒരു കൂട്ടം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇറങ്ങി ആഘോഷം നടത്തുന്നുണ്ടായിരുന്നു. അതായത് അവർ വിജയിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആഘോഷമാണ് അവിടെ നടത്തിയത്. അതിലുടനീളം കാണാൻ കഴിഞ്ഞത് ഈ ഹിസ്ബുള്ളയുടെ യെല്ലോ കളർ ഫ്ലാഗ് ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് കുറെ ഹിസ്ബുള്ള തീവ്രവാദികളാണോ അല്ലെങ്കിൽ ലെബനീസ് സിറ്റിസൺസ് ആണോ എന്നുള്ള വേർതിരിവൊന്നും അവിടെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. മൊത്തത്തിലെല്ലാം അവിടെ ഹിസ്ബുള്ളയുടെ ഒരു ഇതായിട്ടാണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ. അവിടെ എവിടെയും ഒരു ലെബനാന്റെ ഒരു ഫ്ലാഗ് നമുക്ക് കാണാനില്ല. ലെബനാൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ കേദാറു മരങ്ങളുടെ സിമ്പലുള്ള ഒരു ഫ്ലാഗ് ആണ് ലെബനാന്റെ ഫ്ലാഗ്. ആ ഫ്ലാഗ് എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ലെബനാൻ മൊത്തം മഞ്ഞളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മഞ്ഞ കളർ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അത് ഹിസ്ബുള്ളയുടെ സൂചനയായിട്ട് വരുന്ന ഫ്ലാഗാണ്. അവർ അത് വെച്ചിട്ടാണ് അവിടെ ആഘോഷങ്ങൾ മൊത്തം നടത്തിയത്. അവരെന്തോ വിജയിച്ചതായിട്ടുള്ള ആഘോഷങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സീസ് ഫയർ കഴിഞ്ഞിട്ട് 4 മണിക്ക് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു. 5 മണിക്ക് ഫ്രഷ് അറ്റാക്ക് ഇസ്രായേൽ ചെയ്തു എന്നുള്ളതാണ്. ഫ്രഷ് എയർ സ്ട്രൈക്ക് ലെബനാൻ സിറിയ ബോർഡറിൽ ഫ്രഷ് ആയിട്ടുള്ള എയർ സ്ട്രൈക്ക്. സീസ് ഫയർ കഴിഞ്ഞ പാടെ ഒരു അറ്റാക്ക്. അത് കൃത്യമായിട്ട് കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 6 പേര് അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 6 പേരും സിവിലിയൻസ് ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല. പക്ഷേ ഈ അറ്റാക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സസ്പെക്ട് ആയിട്ടുള്ള ഒരു ടണൽ കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം 4 മണിക്ക് സീസ് ഫയർ, 5 മണിക്ക് അറ്റാക്ക്. ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ആ എഗ്രിമെന്റിൽ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു സസ്പെക്ട് കണ്ടെത്തിയാൽ ഇസ്രായേലിന് അടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആ റൈറ്റ്സ് ആണ് അവിടെ വാലിഡേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ സീസ് ഫയർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് ഇവർ ഈ ഒരു അറ്റാക്കും കൂടെ സഹിച്ചുകൊണ്ട് ഈ സീസ് ഫയറിന് മുന്നോട്ട് വരുന്നെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? പരാജയം ഏറ്റുവാങ്ങിയും തന്നെയാണ്. സീസ് ഫയർ 4 മണിക്ക് ഡിക്ലെയർ ചെയ്യുന്നു, 5 മണിക്ക് ഫ്രഷ് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആ സീസ് ഫയർ അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പൊ ആ ഒരു പരിതാപ അവസ്ഥയിലാണ് ഹിസ്ബുള്ള കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെതന്യാഹു പറഞ്ഞത് ഏതാണ്ട് 10 വർഷം ഹിസ്ബുള്ളയെ പുറകിലോട്ട് തള്ളിയിരിക്കുകയാണെന്നുള്ളതാണ്. അത്രമാത്രം അവർക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കാണുന്ന വീഡിയോയിലാണെങ്കിൽ ഈ ലെബനാൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ അവരുടെ മേഖലയിലേക്ക് കടന്നു വരികയാണ്. വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് പിന്നെ വീടും കുടിയെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു സ്ഥലമുള്ളത്.
ഇതിൽ പല സ്ഥലങ്ങളും നമ്മൾ ഓൾറെഡി തന്നെ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആ സ്ഥലങ്ങളെല്ലാം ആൾക്കാർ തിരികെ വന്നിട്ടുണ്ട്. തിരികെ സദർൻ ലെബനാൻ മൊത്തം ആൾക്കാർ തിരിച്ച് വന്ന് ഓരോ കാര്യങ്ങളായിട്ട് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോ അടുത്ത സൈഡിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഹമാസ്, ഗാസയിലുള്ള ജനങ്ങളുടെ ആശങ്ക. ഗാസയിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഷയങ്ങളാണ് അവർ നോക്കുന്നത്. അതിൽ ഒന്ന്, അതായത് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് സീസ് ഫയർ നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് സോൾജേഴ്സിന്റെ ഫോക്കസ്, അതായത് IDFന്റെ ഇസ്രയേലിന്റെ ഏറ്റവും കൂടുതലുള്ള ഫോക്കസ് ഗാസയിലേക്ക് വരും. അപ്പൊ അവിടെ അതികഠിനമായ ആക്രമണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം, ഇവര് എത്രയും വേഗം സീസ് ഫയർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ സീസ് ഫയറിനെ, ഇപ്പൊ ഈ ലെബനാനിലുണ്ടായ സീസ് ഫയറിനെ ഒരു പോസിറ്റീവായ ആസ്പെക്റ്റിൽ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗാസയിലേക്കും ഒരു സീസ് ഫയർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഗാസയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഒരു സർവേ പുറത്തുവിട്ടിട്ടുണ്ട്. ആ സർവേയിൽ ഏറ്റവും കൂടുതൽ ടെന്റുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെള്ളപ്പൊക്കം വരുന്ന ഭാഗത്തേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, ഒരു മഴയോ കഠിനമായ ഒരു മഴയോ അല്ലെങ്കിൽ കടൽ വെള്ളം ഇറച്ചി കയറുകയോ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റി സംഭവിക്കുമെന്നുള്ളതാണ് UN പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പൊ ഗാസയ്ക്ക് ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടാണ് ഹമാസ് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് സാമി അബു സഹീരി പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഈജിപ്ത്, തുർക്കി, ഖത്താർ ഇവരടുത്ത് അവർ ഓപ്പൺ ആയിട്ട് സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അവർ ഏത് കണ്ടീഷനും തയ്യാറാണ്. സീരിയസ് ആയിട്ടുള്ള ഡീലിന് അവർ തയ്യാറാണ്. അതായത് ഇവര് എക്സ്ചേഞ്ച് പ്രിസണേഴ്സ് ആണെന്നല്ലോ, ആ രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവര് പറയുന്നത് പറഞ്ഞാല് മാക്സിമം പാലസ്തീനിയൻ പ്രിസണേഴ്സ് ആയിട്ട് ഇസ്രയേലിന്റെ ജയിലിന്റെ ഉള്ളിൽ കഴിയുന്ന ആൾക്കാരെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അപ്പൊ അതിൽ ഈ ഒരു 100 ബന്ദികളെ വെച്ചുകൊണ്ട് ഇവര് വിലപേശൽ തുടങ്ങിയിരിക്കുകയാണ്. സീരിയസ് ഡീലായിരുന്നു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹോസ്റ്റേജസിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഹോസ്റ്റേജിന്റെ, അതായത് ഒരു ബന്ദിയുടെ കുടുംബം ഇന്ന് ഇസ്രയേലിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബന്ദികളെ തിരിച്ചു മേടിക്കുമ്പം നമ്മൾ 1000 സിൻവാറുകളെ റിലീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 1000 സിൻവാറുകളെ തുറന്നു വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിലുപരിയായിട്ട് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഈ ബന്ദികളെ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ, അതായത് മാക്സിമം കുറഞ്ഞ തീവ്രവാദികളെ തുറന്നു വിട്ടുകൊണ്ട് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യിപ്പിക്കാനുള്ള മാർഗം തേടാനാണ് അവർ ആശയം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൽ ഗാസയിൽ പരിമിതമായിട്ടുള്ള രീതിയിലുള്ള സീസ് ഫയർ അവിടെ മുന്നോട്ട് പോകുള്ളൂ. ഇനി ഈ ബന്ദികളെ റിലീസ് ചെയ്താൽ തന്നെയും ഗാസയുടെ കൺട്രോൾ ഇതുപോലെ, അതായത് ഈ ലെബനാന്റെ മേളിൽ ഇപ്പൊ, അതായത് ഇസ്രയേലിന് ഏത് നേരത്തും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലോസ് വെച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് വെച്ചതുപോലെയുള്ള ഒരു എഗ്രിമെന്റ് മാത്രമേ ഗാസയിലും സാധ്യമാവുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഇപ്പൊ നടന്നിരിക്കുന്ന ഒരു സീസ് ഫയർ അല്ല. കാരണം ഇന്നലെ സീസ് ഫയറിന് മുമ്പായിട്ട് ഇസ്രയേൽ നടത്തിയ ഒരു 2 മിനിറ്റിൽ 20 അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു 3-4 ഫൂട്ടേജസ് ഉണ്ട്. അത് ഞാനിവിടെ ആഡ് ചെയ്യാം, അത് നിങ്ങൾ കണ്ടാൽ മതി. ആ രീതിയിലുള്ള തകൃതിയായിട്ടുള്ള അറ്റാക്കാണ് അവിടെ നടത്തിയത്. അപ്പൊ ഇതൊരു സീസ് ഫയർ ആയിട്ട് ഇസ്രയേൽ ഒരിക്കലും കരുതുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ US-ന്റെയും ഫ്രാൻസിന്റെയും ഒരു നിർബന്ധത്തിന് വഴങ്ങി ഈ ഒരു സീസ് ഫയറിൽ ഒപ്പിട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഒരുപാട് പേർക്ക് നെസറ്റിൽ തന്നെ, അതായത് ഇസ്രയേലിന്റെ പാർലമെന്റിൽ തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻ ആണുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു അയാളുടെ ക്യാബിനറ്റിന്റെ ഓൺ ഡിസിഷൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു സീസ് ഫയറിന് ഒപ്പിട്ട് കൊടുത്തത്. ഇനി ഇന്നലെ സീസ് ഫയർ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഹെസ്ബുള്ള 350 റോക്കറ്റുകളാണ് ഇസ്രയേലിന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്തത്. അതിന്റെ ഒരു വീഡിയോയും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യമായ അറ്റാക്കുകൾ, കുറച്ച് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ഉള്ളിൽ. കുറച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഇപ്പോഴെങ്കിലും അവസാനിക്കുന്ന ഒരു ഏർപ്പാടല്ല. സീസ് ഫയർ എന്ന് പറഞ്ഞ ലെബനാനിൽ ഏർപ്പെടുത്തിയത് 60 ദിവസത്തെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ആ 60 ദിവസത്തിനകത്ത് ഏതാണ്ട് 40 ദിവസത്തിൽ തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒഴിവാകുകയും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ പോയിന്റിലായിരിക്കും തീരുമാനിക്കപ്പെടുന്നത് ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുവരെ ഈ ഒരു മന്ദഗതിയിലൂടെ ഈ ഒരു പോക്കായിരിക്കും. പക്ഷേ എവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ, എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇസ്രയേൽ അറ്റാക്ക് തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ ഒരു തെളിവാണ് ഇന്ന് രാവിലെ 4 മണിക്ക് സീസ് ഫയർ പ്രഖ്യാപിക്കുകയും 5 മണിക്ക് ഫ്രഷ് ആയിട്ടുള്ള അറ്റാക്ക് ഇസ്രയേൽ സ്റ്റാർട്ട് ചെയ്തതുമായിട്ടുള്ള ആ ഒരു വിഷയം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.